നമസ്കാരം. എൻ്റെ പേര് ബാലരാജ് അൽഫോൺസാണ്. ഞാൻ ഇത് നിൽക്കുന്നത് ബാലരാജം വിഴിഞ്ഞ റോഡിൽ RC സ്റ്റീലിലാണ്. ഇവിടെ സെൻറ്റ് സെബാസ്റ്റ്യൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ബാലരാജ് 48 റെസിഡൻസ് അതിൻ്റെ പ്രാപ്തി ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ നിൽക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടിരിക്കും. ഇത് മഴ കൊണ്ട് ഊറ്റി വരുന്നതല്ല, കുടിനീരല്ല. അത് ചില സ്ഥലത്തെ മറ്റേ ഭൂമിയിൽ നിന്ന് ഊറ്റിളവി വരുന്ന ജലം പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര നാറ്റം, നിൽക്കാനൊക്കത്തില്ല, ദുർഗന്ധമാണ്. ഈ വരുന്ന വെള്ളം എന്ന് പറയുന്നത് RC തെരുവിലെ മൊത്തമുള്ള ഭാഗത്തു നിന്നുള്ള ഓടയിൽ കൂടെ വരുന്ന വെള്ളമാണ്. വീടുകളിൽ നിന്നും ഓടയിൽ നിന്നും വരുന്ന വെള്ളമാണ്. ഈ വെള്ളം വന്നിട്ട് ഇവിടെ അടഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് എല്ലാം മൊത്തം പുഴുക്കളാണ് നിറഞ്ഞു കിടക്കുന്നത്. ഇതെല്ലാം മൊത്തം അടയ്ക്കാൻ മലജലമാണ്. ഇതെല്ലാം മലമൂത്ര വിസർജനം ഉണ്ടാക്കാം. ഇത് നിറഞ്ഞ് അതിനകത്ത് നെല്ലുകളെ പോകുന്ന തടത്തിൽ നിന്ന് അങ്ങോട്ട് പോകാനൊക്കാത്ത ഇവിടെ ജമ്പ് ചെയ്ത് ഇതിലെ വരെയാണ്. ഇതിനകത്ത് പോകുമ്പോഴത്തേക്കും നെല്ലിവിള ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഉത്തര വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ മഴ വരുമ്പോഴത്തേക്കും ആളുകൾക്ക് പോകാനൊക്കാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് പൊങ്ങിക്കിടക്കും. പിന്നെ ഇവിടുത്തെ സ്ലാബാണെങ്കിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഈ വെള്ളം ഓവർഫ്ലോ ചെയ്ത് ഈ ഓടയിലല്ലാത്ത രീതിയിലാണ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഓടകൾ അശാസ്ത്രീയമായ രീതിയിൽ പണിത ഓടയാണ്. ഓടയിൽ കൂടെ വെള്ളം പോകുന്നതിന് പകരം റോഡിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. അതുപോലെ മാത്രമല്ല, ഈ റോഡ് പണിയിട്ട് 2-3 വർഷം ആയിക്കഴിഞ്ഞു. ഈ റോഡ് പണിയുമ്പോഴത്തേക്കും ടാർ ചെയ്തിട്ട് 2ാം ഘട്ട ടാറിങ് ഉണ്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല. ഈ ടാറിങ് കഴിയുമ്പോഴത്തേക്ക് റോഡിൻ്റെ എൻഡിൽ നമ്മളിവരിപ്പോൾ കാണാം, അവിടെ എല്ലാം ചവറ് പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. എൻഡെല്ലാം തകർന്ന് താന്ന് കിടക്കുകയാണ്. ഈ വീതി കുറഞ്ഞ സ്ഥലത്ത് ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുമ്പോൾ ഇതിനകത്ത് ഒന്ന് സൈഡ് തിരിച്ച് പോകുമെന്ന് വെച്ചാൽ വാഹനം ഈ കുഴിയിൽ വീഴും, ആളുകൾ മരിക്കുകയും. ആ രീതിയിലാണ് റോഡിൻ്റെ ഇപ്പോൾ അവസ്ഥ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഓട ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ നടപടി PWD ഭാഗത്ത് ഉണ്ടാവണം. 2ാം റീടാറിങ് ഉണ്ടാവണം. റോഡിൻ്റെ എൻഡിലെല്ലാം ഈ ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് മണ്ണോട്ട് ഫില്ല് സംവിധാനം ഉണ്ടാവണം. ഓടയിൽ കൂടെ വെള്ളം പോകാനുള്ള സംവിധാനം ചെയ്യണം. ഇത് ഓട പൊങ്ങി കിടക്കുകയാണ്, റോഡ് താഴ്ന്നു കിടക്കുകയാണ്. അപ്പം വെള്ളം ഒലിച്ചു പോകാൻ വഴിയില്ല. അതുപോലെ നമ്മുടെ ഈ റോഡ് വീതി കൂടുമ്പോഴത്തേക്ക് നടപ്പാതയാണ് ഈ സൈഡ് വരുന്നത്. ഈ നടപ്പാതെന്നൊരു സാധനം ഇവിടെ ഇല്ല. എല്ലാ റോഡും നടപ്പാതയുണ്ട്, ഇവിടെ നടപ്പാതയില്ല. ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദപ്പെട്ട ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥർ ഇതിൽ നടന്നു പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ഇത് കാണുകയും നല്ല പരിഹാരം ഉണ്ടാക്കുകയും വേണം. സ്ലാബുകളേക്ക് അലക്ഷ്യമായി കിടക്കുകയാണ്. ഈ റോഡ് നെല്ലിവിള റോഡ് ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിച്ച സ്ഥലമാണ്. ചെറിയ വീതി റോഡാണെങ്കിൽ സ്കൂൾ കുട്ടികൾ മറ്റതും ഓഫീസ് പോകുന്ന ആൾക്കാരുള്ള ഒരുപാട് സഞ്ചരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഓട ക്ലിയർ റോഡ് നന്നാക്കുവാനുള്ള നടപടി ഉണ്ടാകണം ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്.